സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നടത്തിയ ടെന്നീസ് ടൂർണമെന്റിൽ താരമായത് ഒരു 17-കാരനാണ്. അണ്ടർ 18 മെൻസ് ഡബിൾസ് വിഭാഗത്തിൽ ചാമ്പ്യനും മെൻസ് സിംഗിൾസിൽ റണ്ണറപ്പുമായ എഫിനോവ ഉമ്മൻ രുചിയാണ് താരം. 2015-ൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പണി കഴിപ്പിച്ച സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലെ ആ താരം അതേ ഉമ്മൻചാണ്ടിയുടെ ചെറുമകനാണ്. തിരുവനന്തപുരം കുമാരപുരം കേരള ടെന്നീസ് അക്കാദമിയിൽ വെച്ചായിരുന്നു സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ ഇൻകിഡ് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ്. 2015-ലെ ദേശീയ ഗെയിംസ് കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിർമ്മിതിയാണ് ആ സ്റ്റേഡിയം. അവിടെ നടന്ന മത്സരത്തിലെ താരം ആരെന്നതിൽ രണ്ടാമതൊരു പേരില്ല. എഫിനോവ ഉമ്മൻ റിച്ചി പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം ഫൈനലിലെത്തി. 2 ചാമ്പ്യനായി. അണ്ടർ 18 സിംഗിൾസിൽ കിരീട നേട്ടം. അദ്വൈത് എസ്ഡിയുമൊത്ത് മെൻസ് ഡബിൾസിലും ചാമ്പ്യൻ. മെൻസ് സിംഗിൾസ് ഫൈനലിൽ പൊരുതിത്തോറ്റത് 2022-ലെ സംസ്ഥാന ചാമ്പ്യനായ ശബരിനാഥിനോട്. മത്സരശേഷം ശബരിനാഥിന് പറയാനുള്ളതും എഫിനോവയെക്കുറിച്ച് തന്നെ. അവൻ്റെ ടൂർണമെൻറ്റാണ് സത്യം പറഞ്ഞത്. ഈ 17-ാമത്തെ വയസ്സിൽ തന്നെ മെൻസ് സിംഗിൾസ് മെൻസ് ഡബിൾസ് ജയിച്ചു. മെൻസ് സിംഗിൾസ് റണ്ണറപ്പ്, അണ്ടർ 18 വിന്നർ. എഫിനോവ, ക്രെഡിറ്റ് ഗോസ് ടു എഫിനോവ. സ്വന്തം അപ്പ പണി കഴിപ്പിച്ച സ്റ്റേഡിയത്തിൽ മത്സരിച്ചതിൻ്റെ ആവേശത്തിലാണ് എഫിനോവ. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 3 കാറ്റഗറിയിലും ഫൈനൽസ് എത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. മെൻസ് ഫൈനലെത്തുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. മെൻസ് ഡബിൾസും 18-ഉം ജയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. 240-ലധികം പേർ പങ്കെടുത്ത ടൂർണമെന്റാണ് കഴിഞ്ഞത്. ഉമ്മൻചാണ്ടി രാഷ്ട്രീയ കളിക്കളത്തിലെ ചാമ്പ്യനായിരുന്നെങ്കിൽ ചെറുമകൻ ടെന്നീസ് കോർട്ടിൽ ഉയരങ്ങൾ കീഴടക്കുമെന്നുറപ്പ്. ക്യാമറാമാൻ അനന്തു ബി നായർക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.